വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മാർക്കോസ് രചിച്ച നമ്മുടെ കർത്താവിശ്വംശയുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 9, 14 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. പിശാചു ബാധിച്ച ബാലനെ സുഖപ്പെടുത്തുന്നു. അവർ ശിഷ്യന്മാരുടെ അടുത്ത് എത്തിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടം അവരുടെ ചുറ്റും കൂടിയിരിക്കുന്നതും നിയമജ്ഞർ അവരോട് തർക്കിച്ചുകൊണ്ടിരിക്കുന്നതും കണ്ടു. അവനെ കണ്ടയുടനെ ജനക്കൂട്ടം മുഴുവൻ വിസ്മയഭരിതരായി ഓടിക്കൂടി അവനെ അഭിവാദനം ചെയ്തു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് അവരുമായി തർക്കിക്കുന്നത്? ജനക്കൂട്ടത്തിൽ ഒരാൾ മറുപടി പറഞ്ഞു, ഗുരു, ഞാൻ എന്റെ മകനെ അങ്ങയുടെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. മൂകനായ ഒരാത്മാവ് അവനെ ആവേശിച്ചിരിക്കുന്നു. അത് എവിടെ വെച്ച് അവനെ പിടികൂടിയാലും അവനെ നിലം പതിപ്പിക്കുന്നു. അപ്പോൾ അവൻ പല്ലു കടിക്കുകയും നുരയും പതയും പുറപ്പെടുവിക്കുകയും മരവിച്ചു പോവുകയും ചെയ്യുന്നു. അതിനെ ബഹിഷ്കരിക്കാൻ അങ്ങയുടെ ശിഷ്യന്മാരോട് ഞാൻ അപേക്ഷിച്ചു, അവർക്ക് കഴിഞ്ഞില്ല. അവൻ അവരോട് പ്രതിവചിച്ചു, വിശ്വാസമില്ലാത്ത തലമുറയെ, എത്ര നാൾ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും? എത്ര നാൾ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും? അവനെ എന്റെ അടുക്കൽ കൊണ്ടുവരൂ. അവർ അവനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനെ കണ്ടയുടനെ ആത്മാവ് കുട്ടിയെ തള്ളിയിട്ടു. അവൻ നിലത്ത് വീണ് ഉരുളുകയും അവന്റെ വായിലൂടെ നുരയും പതയും പുറപ്പെടുകയും ചെയ്തു. യേശു അവന്റെ പിതാവിനോട് ചോദിച്ചു, ഇത് തുടങ്ങിയിട്ട് എത്ര കാലമായി? അവൻ പറഞ്ഞു, ശൈശവം മുതൽ. പലപ്പോഴും അത് അവനെ നശിപ്പിക്കാൻ വേണ്ടി തീയിലും വെള്ളത്തിലും വീഴ്ത്തിയിട്ടുണ്ട്. എന്തെങ്കിലും ചെയ്യാൻ നിനക്ക് കഴിയുമെങ്കിൽ ഞങ്ങളുടെ മേൽ കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ. യേശു പറഞ്ഞു, കഴിയുമെങ്കിലെന്നോ? വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. ഉടനെ കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു. എന്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. ജനങ്ങൾ ഓടിക്കൂടുന്നത് കണ്ട് യേശു അശുദ്ധാത്മാവിനെ ശകാരിച്ചു. മൂകനും ബധിരനുമായ ആത്മാവേ, നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു, അവനിൽ നിന്ന് പുറത്തു പോവുക. ഇനി ഒരിക്കലും അവനിൽ പ്രവേശിക്കരുത്. അപ്പോൾ അവനെ ശക്തിയായി നിലത്ത് തള്ളിയിടുകയും ഉച്ചത്തിൽ നിലവിളിക്കുകയും ചെയ്തുകൊണ്ട് അത് പുറത്തുപോയി. ബാലൻ മരിച്ചവനെ പോലെയായി. അവൻ മരിച്ചുപോയി എന്ന് പലരും പറഞ്ഞു. യേശു അവന്റെ കൈക്ക് പിടിച്ചുയർത്തി. അവൻ എഴുന്നേറ്റിരുന്നു. യേശു വീട്ടിലെത്തിയപ്പോൾ ശിഷ്യന്മാർ സ്വകാര്യമായി ചോദിച്ചു, എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത്? അവൻ പറഞ്ഞു, പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ല. ജീവിതബന്ധിയായ വിശ്വാസമാണ് പ്രാർത്ഥന. മറുരൂപാന്തരീകരണ അനുഭവത്തിനു ശേഷം യേശു 3 ശിഷ്യന്മാരുമൊത്ത് മലയിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ അതിനു മുമ്പേ മറ്റു ശിഷ്യന്മാർ മലയുടെ അടിവാരത്ത് എത്തിക്കാണണം. മലയുടെ അടിവാരത്ത് ഒരു പറ്റം ജനങ്ങൾ തടിച്ചുകൂടിയിട്ടുണ്ട്. ആ ഗ്രാമത്തിലുള്ള അറിയപ്പെടുന്ന ഒരു കുടുംബത്തിലെ ഒരു അംഗത്തിന്റെ രോഗമാണ് വിഷയം. രോഗം ബധിരതയും മൂകതയും ബാധിച്ചുള്ള ഒരു യുവാവ്. കൂരുമേ കുരു എന്ന വിധത്തിലെ ആ മനുഷ്യനെ അബോധാവസ്ഥയിൽ പെട്ടെന്ന് നിലംപതിക്കുന്നു. വലിയ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് പല ചേഷ്ടകളും കാണിക്കുന്നു. ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ തീർത്തും അപസ്മാര രോഗം എന്ന രീതിയിൽ ആ കുട്ടി പെരുമാറാനിടവരുന്നു. അന്ന് ലഭ്യമായിരിക്കുന്ന ചികിത്സാ സൗകര്യങ്ങൾക്കൊക്കെ ഉപയോഗിച്ച് കാണണം.
പക്ഷേ ഒരു തരത്തിലും അസുഖം മാറാൻ ഇടവരാത്തതിന്റെ അടിസ്ഥാനത്തിൽ യേശുവും ശിഷ്യന്മാരും മലയിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആയിരിക്കണം ഈ ജനക്കൂട്ടം അവിടെ സമ്മേളിച്ചിരിക്കുന്നത്. യേശുവിന്റെ ശിഷ്യന്മാരാണ് എന്ന് മനസ്സിലാക്കിയപ്പോ ഈ കുട്ടിയുടെ മാതാപിതാക്കന്മാർ മറ്റു ബന്ധപ്പെട്ടവര് ഈ കുട്ടിയുടെ അസുഖം ഭേദമാക്കി തരണം എന്ന് അവരോട് അപേക്ഷിക്കുന്നു. ശിഷ്യന്മാർ അതിന് ശ്രമിക്കുന്നു, പക്ഷേ അവർക്ക് സാധിക്കുന്നില്ല. ഈ അവസരത്തിലാണ് അതിലുണ്ടായിരുന്ന ചില നിയമപണ്ഡിതന്മാർ യേശുവിന്റെ ശിഷ്യന്മാരുമായിട്ട് വാക്തർക്കത്തിൽ ഏർപ്പെടുന്ന ആ രംഗമാണ് യേശു മലയിറങ്ങി വരുമ്പോൾ കാണുന്നത്. സ്വാഭാവികമായിട്ട് യേശു കാര്യമെന്താണെന്ന് തിരക്കുന്നു. ആ ജനങ്ങൾ അവരുടെ പ്രതിനിധി എന്ന വിധത്തിൽ കാര്യങ്ങൾ യേശുവിനെ ധരിപ്പിക്കുന്നു. യേശു പറയുന്നു, അവനെ എന്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. ആ കുട്ടി യേശുവിന്റെ മുന്നിലേക്ക് വന്നതോടുകൂടെ അബോധാവസ്ഥയിൽ വലിയ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് ചേഷ്ടകളും പുറപ്പെടുവിച്ചുകൊണ്ട് അവൻ നിലംപരിശാകുന്നു. കൂടിയിരിക്കുന്ന ആളുകളൊക്കെ മനസ്സിൽ വിചാരിക്കാനിടവരുന്നു അവൻ മരിച്ചു കഴിഞ്ഞു എന്ന്. ആ അവസരത്തിൽ യേശു ആ കുട്ടിയുടെ മാതാപിതാക്കന്മാരോടായിട്ട് ചോദിച്ചറിയുന്നു രോഗവിവരം. ആ രോഗവിവരം ചോദിച്ചറിഞ്ഞതിന് ശേഷം വളരെ പ്രതീക്ഷയോടുകൂടെ മാതാപിതാക്കന്മാരെ യേശുവിനോട് പറയുന്നു, സാധിക്കുമെങ്കിൽ എന്റെ മകനെ സുഖാക്കി തരണമങ്ങ്. നിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് അവർക്കത് സാധിച്ചില്ല. തന്നിലുള്ള അവരുടെ വിശ്വാസം അപൂർണവും ഉപരിപ്ലവുമാണ് എന്ന് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ യേശു ആ കുട്ടിയുടെ പിതാവിനോടായിട്ട് പറയുന്നു, നിങ്ങൾ ആഴത്തിൽ യഥാർത്ഥത്തിൽ വിശ്വസിക്കുക. ആഴത്തിലുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് സംഭവിക്കും. ഉടനെ തന്നെ ആ കുട്ടിയുടെ പിതാവ് മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യത്തിനായിട്ട് പോലും വരത്തക്ക വിധത്തിൽ ഉറക്കെ പ്രസ്താവിക്കാനിടവരുന്നു, അങ്ങയിൽ ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഭാഗത്തുനിന്ന് വിശ്വാസത്തിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ദയവ് തോന്നി അത് ഞങ്ങളോട് ക്ഷമിക്കണം, അതിന് പരിഹരിക്കണം. ഞങ്ങൾക്ക് നിങ്ങളുടെ മകന്റെ അസുഖം മാറ്റിത്തരണം. യേശു ആ കുട്ടിയുടെ അടുത്ത് ചെന്ന് ആ കുട്ടിയോട് ആയിട്ട് പറയുന്നു, മകനെ നീ സൗഖ്യമായിരിക്കുക. സുവിശേഷകനായ മർക്കോസ് നമ്മോട് പറയുന്നത് പിശാചിനോട് ബഹിഷ്കരിക്കാൻ വേണ്ടി അവൻ ആജ്ഞാപിച്ചു എന്നാ പറയുന്നത്. യഥാർത്ഥത്തിൽ അവിടെ രോഗശാന്തി നൽകിയാണ് യേശു നടത്തിയത് എന്ന് മനസ്സിലാക്കുന്നതിൽ തെറ്റില്ല. യേശു ആ കുട്ടിയെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു, മാതാപിതാക്കന്മാരെ ഏൽപ്പിക്കുന്നു. എല്ലാവർക്കും ആശ്വാസമായി. പക്ഷേ മനസ്സിന്റെ ഉള്ളിൽ ആശ്വാസം തോന്നാത്ത ചിലരുണ്ടവിടെ. ആദ്യം പരിശ്രമിച്ചിട്ട് അവർക്ക് സാധിക്കാതെ വന്നു പോയ യേശുവിന്റെ ശിഷ്യന്മാര് അവർക്കൊരു തരം കുറച്ചിലും അവർക്കൊരു തരം ചരച്ചിലുമായിട്ട് ആ അനുഭവം ഉണ്ടായി. ഇതിന്റെ കാരണം ഒന്ന് അന്വേഷിക്കണമെന്ന് വിചാരിച്ച് അവർ തനിച്ച് വീട്ടിലായിരുന്നപ്പോൾ യേശുവിനോട് അവർ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ആ ബാലന്റെ അസുഖം മാറ്റാൻ ഞങ്ങൾക്ക് സാധിക്കാതെ വന്നത് എന്തുകൊണ്ടാണ്? യേശു നിത്യസനാതനമായ ഒരു സത്യം അവിടെ വെളിപ്പെടുത്തുകയാണ്. മക്കളെ, നിങ്ങളുടെ വിശ്വാസം മധുര ശുശ്രൂഷയിൽ മാത്രം അടങ്ങിയാൽ പോരാ. നിങ്ങളുടെ വിശ്വാസം ജീവിതബന്ധിയായിരിക്കണം. ദൈവവുമായിട്ടുള്ള ആഴത്തിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ ജീവിതം എന്ന് വരികിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് സംഭവിക്കും. അത് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം വിശ്വാസമായില്ല. ഇങ്ങനെ ജീവിതബന്ധിയായിട്ടുള്ള ദൈവവുമായിട്ടുള്ള ബന്ധത്തിനാണ് യേശു ഇന്നത്തെ സുവിശേഷത്തിലെ പ്രാർത്ഥന കൊണ്ടേ ഈ തരം അസുഖങ്ങള് വിട്ടുമാറുകയുള്ളൂ എന്ന് പറഞ്ഞതിന്റെ അർത്ഥമായിട്ട് നാം ഗ്രഹിക്കേണ്ടത്. യേശു ഇവിടെ പ്രാർത്ഥന എന്ന് പറയുമ്പോ ഏതാനും ജപങ്ങൾ ഉരുവിടുന്നത് എന്നതല്ല. ജീവിതത്തിൽ ആഴത്തിലെ ദൈവവുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുക, ഇതാണ് പ്രാർത്ഥന കൊണ്ട് യേശു ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതിൽ തെറ്റില്ല. ഈ ഒരു സത്യം യേശു തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന അവസരമായിട്ട് അതിനെ പകർത്തുകയാണ്.